എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയും പിന്നെ 2 ചരണങ്ങളും ഒരേ സ്വരങ്ങൾ തന്നെയാണ്, വരികൾ മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനെ പല്ലവി, അനുപല്ലവി, ചരണം, ചരണം, അങ്ങനെ 4 സ്റ്റാൻസയാണ് മൊത്തം ഉള്ളത്. അപ്പോൾ നമുക്ക് അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് വീണ്ടും സെയിം അനുപല്ലവി വായിക്കുക, പിന്നെ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അനുപല്ലവി വായിക്കുക. അപ്പോൾ 3 സ്റ്റാൻസയാവും. ഇൻസ്ട്രുമെൻ്റിലാകുമ്പോൾ, ഫ്ലൂട്ടിലാകുമ്പോൾ ലാംഗ്വേജിൻ്റെ പ്രശ്നമില്ലല്ലോ, അപ്പോൾ ഇതേ സ്വരങ്ങൾ തന്നെ വായിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ 1 2 3 4 വെണ്ണക്കല്ല് കൊണ്ടുവന്നു വെണ്ണക്കല്ല് പാപഗഗരി, താഴത്തെ പഞ്ചമത്തിൽ വരും പാപഗഗരി, വെണ്ണക്കല്ലു ഗാമപാദപ കൊണ്ടുവന്നു ഗാമപാദപ കൊണ്ടുവന്നു പാപഗഗരി ഗാമപാദപ. വിണ്ണിലെ പൂത്തുമ്പി മാഗരി സരിഗ, വിണ്ണിലെ പൂത്തുമ്പി മാഗരി സരിഗ തുമ്പി മാഗരി സ, വിണ്ണിലെ പൂന്തുമ്പി രീഗ മാഗരി സരിഗ. വെണ്ണക്കല്ലു കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി. വായിക്കാം. അത് കഴിഞ്ഞിട്ട് അത് മെയിൽ വോയിസ് പാടും, പിന്നെ ഫീമെയിൽ വോയിസ് ഗരി ഗാമപാദപ മാഗരി സരിഗ. ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകലാശില്പി മാഗരി സരിഗ. ചന്ദനത്തിൻ, അപ്പൊ ഗാ വായിക്കുമ്പോ ഗരി, ആ ഗായ്ക്കൊരു രീന്ന് പറയും രിഗ ഗരി ഗാമപാദപ വാതിൽ വെച്ചു ചന്ദനത്തിൻ വാതിൽ വെച്ചു ഗരി ഗാമപാദപ. ചന്ദ്രകലാശില്പി മാഗരി സരിഗ മാഗരി സരിഗ ചന്ദ്രകലാശില്പി. അപ്പൊ ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകലാശില്പി ഗരി ഗാമപാദപ മാഗരി സരിഗ. ഇത്രയും വായിക്കാം. വെണ്ണക്കല്ല് കൊണ്ടുവന്ന് വിണ്ണിലെ പൂത്തുമ്പി ചന്ദനത്തിന് വാതിൽ വെച്ചു ചന്ദ്രകലാ ശില്പി. ആദ്യം 2 വരി മെയിൽ വോയിസ് ദാസേട്ടൻ, പിന്നത്തെ 2 വരി വാണിയമ്മ ഫീമെയിൽ. 3 4. ഒന്നിന് വായിക്കാം. 3 4.
അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൽ വോയിസ്. പൊന്നുകൊണ്ട് പാദനീസ പാദനീസ പൊന്നുകൊണ്ട് താഴ് തീർക്കാൻ സരി സരി സനീത താഴ് സരി സരി സ തീർക്കാൻ നീത സരി സരി സനീത താഴ് തീർക്കാൻ പൊന്നുകൊണ്ട് താഴ് തീർക്കാൻ പാദനീസ സരി സരി സനീത. വന്നു മിന്നാമിന്നി വന്നു മിന്നാമിന്നി പദപ മകരിക മാപ്പ വന്നു മിന്നാ മകരിക മാപ്പ മിന്നി പദപ മകരിക മാപ്പ വന്നു മിന്നാമിന്നി. മാപ്പ മിന്നി ഗാന്ധാരത്തിൽ ചെറുതായിട്ടൊന്നും വരുന്നുണ്ട്, ഒരു സ്ലൈഡിങ് ഉണ്ട്. പാദനീസ സരി സരി സനീത പദപ മകരിക മാപ്പാക. അതേ ട്യൂൺ തന്നെ വാണിയമ്മ. വെണ്ണിലാവാൻ ചുവരിൽ വെണ്ണിലാവാൻ ചുവരിൽ വെൺകിളിയും വെൺകളിയും പൂശി വെണ്ണിലാവൻ പാദനീസ സരി സരി സനീത ലെഞ്ചുവരിൽ പദപ മകരിക മാപ്പ വെൺകളിയും പൂശി എന്ന് വരും. ഇത് രണ്ടും ഒരേ സ്വരം തന്നെ വരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ വായിക്കാം. ആദ്യം മെയിൽ വോയിസ് പാടും, പിന്നെ ഫീമെയിൽ വോയിസ് പാടും. 3, 4. സരി സരി സനീത അത് മെയിൽ വോയിസിൽ വരും, പക്ഷെ ഫീമെയിൽ സരി സനീത ആണ് പാടിയിരിക്കണേ. അങ്ങനെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുണ്ട്. പാദപ മഗ മമ മരി വാ വാ നീയൻ കുളിരേ, അത് മെയിൽ വോയിസ്. എടുക്കണ ഗായന ഗപ പാദപ മഗ മമ മരി ഗപ പാദപ മഗ മമ മരി. ഫീമെയില് വാ വാ നീ കൺകുളിരേ എന്നൊരു മാ മാ പമഗരി ഗഗരി മാ മാ പമഗരി ഗഗരി വാ വാ നീ കൺകുളിരേ. പാദ പമഗ മമ മരി മാ മാ പമഗരി ഗഗരി വാ വാ നീ എൻ കുളിരേ വാ വാ നീ കൺകുളിരേ. പിന്നെ അതുകൊണ്ട് വരി അത് തന്നെ വരും. വാ വാ നീ എൻ കുളിരേ പാദ പമഗ മമദ കുളിരേ, അവിടെ മാറും. മറ്റേ പാദ പമഗ വാ വാ നീ എൻ അത് സെയിം തന്നെ കുളിരേ മമദ എന്ന് വരും. അവിടെ പാ എടുക്കണ ഗായന. അപ്പോൾ അതിൻ്റെ ആൻസർ ദാ നിധ പമ പപ വാ വാ നീ കൺകുളിരേ വാ വാ നീ കൺ ദാ നിധ പമ. വീണ്ടും പ്രതിമധ്യമ വരും. ഫ്ലൂട്ടിൽ ഓപ്പൺ ഫുൾ നോട്ട് വരും. ദാ നിധ പമ വാ വാ നീ കൺ കുളിരേ പപ കുളിരേ ദാ നിധ പമ പപ. അപ്പം പാദ പമഗ മമദ ദാ നിധ പമ പപ. ഇത് രണ്ടും ചേർന്ന പാടുന്നത്, മെയിലും ഫീമെയിലും ചേർന്നിട്ട്.
ഒരു തവണയേ ഉള്ളൂ. ഞാൻ പക്ഷെ ഒന്നിട്ട് വായിക്കാം. വരും. അപ്പോൾ വാ വാ നീ എൻ കുളിരേ, അവിടെ തൊട്ട് വായിക്കാം. 3 4. ഒന്നിട്ട് വായിക്കാം. 3 4. ഇങ്ങനെ വരുന്നത്. ഇതിൽ ഫ്ലൂട്ടിൻ്റെ കുറച്ച് ലിങ്കുകളുണ്ട്. എണ്ണക്കല്ലു കൊണ്ടുവന്നു പിന്നിലെ തുമ്പി സഗദസപ തുമ്പി സഗദസപ സഗ മൊളദസപ സഗദസപ തുമ്പി. പിന്നെ ചന്ദനത്തിൽ വാതിൽ വെച്ചു ചന്ദ്രകല ശില്പി സഗദസപ. അതന്നെ ഒന്നുകൂടി. അങ്ങനെ 2 പ്രാവശ്യം അതിന് വരും. പിന്നെ പൊന്നുകൊണ്ട് താഴെ തീർക്കാൻ വന്നു മിന്നാ മിന്നി, അവിടെ ദസപദഗ 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 ദസപദഗ. അന്ന് മിന്നാ മിന്നി. വീണ്ടും പെണ്ണിലാവാലഞ്ചു പേരിൽ വെൺകളിയും പോഷി, അവിടെ അതന്നെ വരും. അതുകൊണ്ട് റിപ്പീറ്റ് വരും. അതുകൊണ്ട് പിന്നെ വാ വാ നീ എൻ കുളിരെ മദസദ മദസദ എല്ലാം കട്ട് ചെയ്ത് കേട്ട് തുത്തുകാരം സ്റ്റക്കാറ്റോ എന്ന് പറയും വെസ്റ്റേണില്. മദസദ കുളിര് മദസദ എല്ലാം കട്ട് ചെയ്ത് വായിക്കണം. തുത്തു തുത്തു അങ്ങനെ. വാ വാ നീ എൻ കുളിര് വാ വാ നീ കൺകുളിര് കുളിര്. അപ്പൊ അവിടെ ഗപസപ്പ കുളിര് കുളിര്. മറ്റേ മദസദ ഇത് രണ്ടത ഗപസപ്പ. പിന്നെ ഒരുമിച്ച് വാ വാ നീ എൻ കുളിര് രിസനിത 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 മോളത്തെ രിസനിത കുളിര് കുളിര്. അതുകൊണ്ട് വാ വാ നീ കൺകുളിരേ, അവിടെ കൂടെ ഒരു കൗണ്ടർ പോലെ വാ വാ നീ കൺകുളിരേ. അപ്പൊ മാ മാ പപ്പ ചെറിയ മാദ്യം മാ മാ ആ വലിയ മാ പപ്പ മാ ആ പപ്പ. പാട്ടിന് ഇവിടെ. അപ്പം കുളിര് ടിസനിത മാ പപ്പ കുളിര്. അതായത് വാ വാ നീ എൻ കുളിര്, അവിടെ നിന്ന് മെയിലും ഫീമെയിലും ചേർന്ന് പാടുമ്പോ വാ വാ നീ എൻ കുളിര് അങ്ങനെ വരും. ഫുള്ളൊന്ന് നോക്കാം, തെറ്റൊന്നറിയില്ല. വെണ്ണക്കല്ല് അവിടെ തൊട്ട് ഞാനൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ലിങ്ക് വയ്ക്കാം. ഇങ്ങനെ വരും. ഇത് ഇത്തിരി പണിയാണത്. ഇപ്പോൾ പാടി വായിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ബിറ്റ് മാത്രം വായിക്കുമ്പോൾ കുഴപ്പമില്ല. 3 ബാർ റെസ്റ്റ് സഗദസപ. അത് 3 ബാറും 1 2 സഗദസപ. പിന്നെ 3 ബാർ 1 2 ദസപദഗ. അതും 2 പ്രാവശ്യം 3 ബാർ റെസ്റ്റ് 1 2 ദസപദഗ. പിന്നെ 1 ബാർ 1 2 മദസദ. പിന്നെ 1 ബാർ 1 2 ഗപസപ. പിന്നെ 1 ബാർ 2 1 2 രിസനിത മാ പപ്പ. അങ്ങനെ തീരും. ഇതാണ് ഈ അനുപല്ലവി. അടുത്ത ചരണം ഇത് തന്നെ, അടുത്ത ചരണം ഇത് തന്നെ.
അടുത്ത ചരണത്തിന് വേണ്ടി പല്ലവി കഴിഞ്ഞിട്ട് അതുകൊണ്ട് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ തന്നെ വരും. അത് വരും. അത് പക്ഷെ ഫുള്ള് വരില്ല. അത്രയും വരുള്ളൂ. അതിനുള്ള ഓർഗണിൻ്റെ ബിറ്റ് വരില്ല. ഇൻട്രൊഡക്ഷൻ്റെ ആദ്യത്തെ 2 ഫ്രേസ് മൗത്ത് ഓർഗണും മാൻഡലിനും വരുള്ളൂ. പിന്നെ ചരണം ഈ സെയിം സ്വരങ്ങൾ തന്നെ ലിങ്കുകളെല്ലാം അടക്കം. അതിൻ്റെ പല്ലവി വീണ്ടും ഫുൾ വൺസ് മെയിൽ വോയിസ് ഫീമെയിലും. പിന്നെ വീണ്ടും ഈ ബീജ് ഇപ്പോൾ വായിച്ച നേരത്തെ ഫസ്റ്റ് ബീജ് വരും. ആ ബീജ് വന്നിട്ട് വീണ്ടും ചരണം സെയിം തന്നെ ഓർഡറിൽ വരും. ആ ലിങ്കുകളെല്ലാം അടക്കം. പിന്നെ ലാസ്റ്റ് പല്ലവി മെയിലും ഫീമെയിലും കൂടി ചേർന്നിട്ടാണ് ഫുള്ള് വരുന്നത്. മെയിലും ഫീമെയിലും കൂടി ഫുള്ള് വായിച്ച് ആ ലിങ്കുകളോടടക്കം തീരും. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. നിങ്ങൾക്കിനി ഫുൾ സോങ് ആയിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഇഷ്ടമായെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ഒരു ഗാനവുമായി 94ാമത്തെ ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.